Manki Tangi likely refers to Mangi Tangi, a popular pilgrimage site near Nashik, സുഹൃത്തുക്കളെ, Maharashtra that is known for its twin ഇതൊരല്പം peaks, spiritual ദൈർഘ്യമുള്ള significance and a significant വീഡിയോ ആണ്. population of monkeys. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ സറ്റാന താലൂക്കിൽ തഹ്റാബാദിൽ സ്ഥിതി ചെയ്യുന്ന മാങ്കി തുങ്കി എന്നീ രണ്ട് ഗിരിശൃംഗങ്ങളിലേക്ക് ഉള്ള യാത്രയിലാണ് ഞങ്ങൾ. നാസിക്കിൽ നിന്നും ഞങ്ങൾ 7 പേർ ഒരു ടാക്സിയിൽ പുറപ്പെട്ടു. ഗ്രാമീണ മേഖലയിലെ കാഴ്ചകൾ, മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മാങ്കിയുടെ താഴ്വരയിൽ എത്തിയിരിക്കുകയാണ്. നാസിക്കിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്കുള്ള ദൂരം. അങ്ങ് ദൂരെ നമ്മൾക്ക് പോവേണ്ടുന്ന മാങ്കിയുടെ മുകളിലേക്ക് കയറേണ്ടുന്ന പടിയുടെ ദൂരക്കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ചൈനയിലെ വൻമതിൽ പോലെ മഹാരാഷ്ട്രയിലെ വൻമതിൽ എന്നാണ് മാങ്കിയിലേക്കും തുങ്കിയിലേക്കും കയറുന്ന 4000-ലേറെ എണ്ണമുള്ള ഈ സ്റ്റെപ്പുകൾ അറിയപ്പെടുന്നത്. ഈ പടികൾ ചവിട്ടി കയറിയിട്ട് വേണം നമ്മൾക്ക് ഇരട്ട ഗിരിശൃംഗങ്ങളായ മാങ്കിയും തുങ്കിയും കയറാൻ. ജൈനമത വിശ്വാസികളുടെയും ഹിന്ദുമത വിശ്വാസികളുടെയും പവിത്രമായ ആരാധന കേന്ദ്രമായിട്ടാണ് മാങ്കിയും തുങ്കിയും കരുതപ്പെടുന്നത്. ധാരാളം ജൈന ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജൈന തീർത്ഥങ്കരനായ ഋഷഭദേവൻ്റെ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയുള്ളത്. ഗിന്നസ് ബുക്ക് റെക്കോർഡിൽ ഇടം പിടിച്ചതാണിത്. ഞങ്ങളുടെ ടീം അംഗങ്ങളാണ്. വാഹനം പാർക്കിങ്ങിൽ നിർത്തിയതിന് ശേഷം ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്നും അനുമതി വാങ്ങി ഈ ഓഫീസിനകത്തു കൂടി വേണം കടന്നു പോകാൻ. എന്നാൽ ഇവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഷോർട്സ് ധരിക്കാൻ പാടില്ല, അതുപോലെ സ്ലീവ്ലെസ്സായ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. കാൽമുട്ടിന് താഴെ മൂടുന്ന പാൻറ്റ് ധരിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ 3 പേർ ഷോർട്സ് ധരിച്ചിരുന്നു. അവർക്ക് പാൻറ്റ് ഇല്ലായിരുന്നു. അവർ തൊട്ടടുത്ത ഒരു കടയിൽ പോയിട്ട് പഴയ 2-3 പാൻറ്റ്സ് വാങ്ങി അവർ ഓരോരുത്തർ ഓരോ പാൻറ്റ്സ് ഇട്ടു. അങ്ങനെയാണ് അവർ മുന്നോട്ട് നീങ്ങിയത്. അവിടെ നിന്നല്ലെങ്കിൽ അവർ കടത്തിവിടില്ലായിരുന്നു. പവിത്രമായൊരു പ്രദേശമായി കരുതപ്പെടുന്നാൽ ജൈനമത വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാർ ഭൂമിയെ വന്ദിച്ച് പടവുകൾ വന്ദിച്ച് മുന്നോട്ട് കയറുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് 3600 പടവുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 4000-ന് മുകളിലുണ്ടെന്ന് ചിലർ പറയുന്നു. അങ്ങ് ദൂരെ ഉള്ള കാഴ്ചകൾ കാണാം. പടവുകൾ മെല്ലെ മെല്ലെ കയറുകയാണ്. രാവിലത്തെ ആവേശത്തിന് എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് കയറുകയാണ്. കയ്യിൽ അത്യാവശ്യം കുടിവെള്ളവും നട്ട്സും കഴിക്കാനുള്ള പഴവും ഒക്കെ കരുതിയിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സ്റ്റെപ്പുകൾ കയറി വരുന്ന സുഹൃത്തുക്കളാണ്. കയ്യിൽ ഒരു വടിയും കരുതിയിട്ട് താഴെ നമ്മുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ കുട്ടികൾ 20 രൂപ കൊടുത്താൽ അവർ ഓരോ വടി തരും. തിരിച്ചു വരുമ്പോൾ അത് അവരെ ഏൽപ്പിക്കണം. അതിന് വാടകയായിട്ടാണ് 20 രൂപ വാങ്ങുന്നത്. നല്ല ഉറപ്പുള്ള ശക്തിയുള്ള വടികളാണ്. വടികൾ അത്യാവശ്യമാണ്. പടികൾ കയറാനും ഇറങ്ങുമ്പോഴും നമുക്കതൊരു സപ്പോർട്ടാണ്. കൂടെയുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴേ വിശന്ന് പഴം തിന്നാൻ തുടങ്ങി. ചിലർ പറയുന്നത് വഴിയിൽ കുരങ്ങന്മാർ തട്ടിപ്പറിച്ചെങ്കിൽ പഴം പിന്നെ നമുക്കുണ്ടാവില്ലല്ലോ, ഇപ്പോഴേ തിന്നാം എന്നാണ് പറയുന്നത്. പടികൾ എണ്ണിക്കയറുന്ന ഒരു സുഹൃത്തുണ്ട് ഞങ്ങളുടെ കൂടെ. ഇത് എത്ര എണ്ണമുണ്ട്, 3600 അല്ല, അതിൽ കുറവേ ഉള്ളൂ അല്ലെങ്കിൽ കൂടുതലേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. എന്നാൽ പിന്നീട് അദ്ദേഹം ആ യജ്ഞം അവസാനിപ്പിച്ചിരുന്നു.
കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങ് ദൂരെ മുകളിൽ മാങ്കിയുടെ കാഴ്ച, വലതുവശത്ത് തുങ്കിയുടെ കാഴ്ച. സ്റ്റെപ്പുകളിങ്ങനെ കൂടി വരികയാണ്. മറ്റൊരു ഭാഗത്ത് മലനിരകളുടെ കാഴ്ചയാണ്. സഹ്യാദ്രി മലനിരകളാണ്, തുങ്കിയാണ് കാണുന്നത്. ആദ്യം നമ്മൾ മാങ്കിയും പിന്നീട് ഈ കാണുന്ന തുങ്കിയുമാണ് കയറുക. കുറേ ഭാഗത്തോളം ഒന്നിച്ച് കയറി അവിടുന്ന് രണ്ട് ഭാഗത്തേക്കാണ് രണ്ട് ഭാഗത്തേക്കും പോകേണ്ടത്. മാങ്കിയുടെ മുകളിൽ കോടമഞ്ഞ് പുതച്ചിരുന്നു. സുനോയ് സാർ ഫോട്ടോ എടുക്കുകയാണ്, മാങ്കിയുടെ ഫോട്ടോ എടുക്കുകയാണ് സുനോയ് സാർ. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്, ചിലപ്പോൾ മഴ പെട്ടെന്ന് പെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. ഇവിടെ ചെരുപ്പോ ഷൂസോ ഉപയോഗിക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ ചെരുപ്പോ ഷൂസും താഴെ കൗണ്ടറിൽ ഏൽപ്പിച്ച് സോക്സ് മാത്രം ധരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോക്സ് ധരിക്കുന്നത് നല്ലതാണ്, കാലുകൾ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. പോകുന്ന വഴിക്കൊക്കെ നീർച്ചാലുകളുണ്ട്, ധാരാളം നീർച്ചാലുകളുണ്ട്. ശുദ്ധമായ ജലം ലഭിക്കുന്ന നീർച്ചാലുകളാണ് ഇവയൊക്കെ. പിന്നീട് താഴോട്ട് ചെറിയ തോടുകളായി ഒഴുകി ഗോദാവരി നദിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ജൈനമത വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മാങ്കി തുങ്കി. പ്രഥമ തീർത്ഥങ്കരനായ ആദിനാഥിൻ്റെ, ഋഷഭദേവൻ്റെ സമാധി സ്ഥലവും അതുപോലെ അദ്ദേഹത്തിന് പ്രാർത്ഥനയ്ക്കായി ആരാധിക്കാനായി അനുയായികൾ നിർമ്മിച്ച ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ പ്രതിമയും ഇവിടെയാണുള്ളത്. പോകുന്ന വഴിയിലൊക്കെ നിരവധി ചെറിയ ഗുഹാക്ഷേത്രങ്ങളും അതുപോലെ വിശ്രമ കേന്ദ്രങ്ങളുമുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന നീർച്ചാലുകളുണ്ട്. ഇതുപോലെ ഈ കാണുന്നതൊക്കെ പാറയിൽ കൊത്തിയ ഗുഹാക്ഷേത്രങ്ങളാണ്. തീർത്ഥങ്കരുടെ പ്രതിമകൾ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ജൈനമത വിശ്വാസികൾക്ക് പവിത്രമായ സ്ഥലമാണിത്. നമ്മളൊരു ടൂറിസ്റ്റ് എന്ന നിലയിൽ പോകുന്നത് പലപ്പോഴും അവർക്ക് അത്ര താല്പര്യപ്പെടാറില്ല. ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ, ഒരു പവിത്രമായ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകുന്ന യാത്രികർ, ടൂറിസ്റ്റുകളാകട്ടെ, ട്രെക്ക് ചെയ്യുന്നവരാകട്ടെ, ഭക്തരാവട്ടെ, ആ മാന്യത പുലർത്തിക്കൊണ്ട് വേണം ഈ പടവുകൾ കയറാൻ. ചെരുപ്പോ ഷൂസോ ധരിക്കാൻ പാടില്ല. മഴ പെയ്യുന്ന സമയത്ത് വഴുവഴുപ്പുണ്ടാവും. കയ്യിലൊരു വടി കരുതുന്നത് നല്ലതാണ്. നമ്മൾക്ക് മുകളിൽ മാങ്കി മലയുടെ കാഴ്ച കാണാം. 4000-ഓളം, 3600 എന്നാണ് പറയുന്നതെങ്കിലും 4000-അടുത്തുണ്ടെന്ന് ചിലർ പറയുന്നു. പടവുകൾ ഇതുപോലെ കയറാനുണ്ട്. 3 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണമെന്നാണ് പറയപ്പെടുന്നത്. പോകുന്ന വഴിയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ തണലിന് വേണ്ടി ഇതുപോലുള്ള ചെറിയ പന്തലുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതോ മറ്റ് വിൽപ്പനക്കാർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. കരിങ്കലിൽ കെട്ടിയ പടവുകളാണ്. രണ്ട് ഭാഗത്തും ഭിത്തി കെട്ടിയിട്ടുണ്ട്. നീർച്ചാലുകളുടെ മനോഹരമായ കാഴ്ചകൾ. ജൈവ വൈവിധ്യങ്ങൾക്ക് പേരുകേട്ടതാണ് സഹ്യാദ്രി മലനിരകൾ. സഹ്യാദ്രി മലനിരകളുടെ മുന്നോട്ട് പോകുന്ന പർവ്വത നിരകളുടെ ഭാഗമാണ് മാങ്കി തുങ്കി ഗ്രേറ്റ് വാൾ പോലെ മഹാരാഷ്ട്രയുടെ കുന്നുകൾ, വൻമതിൽ എന്നിതിനെ അറിയാം. ഇവിടെ മലമുകളിൽ നിന്നും ധാരാളം നീർച്ചാലുകൾ താഴോട്ടൊഴുകി അത് പിന്നീട് ഗോദാവരി നദിയുടെ ഭാഗമായിട്ട് മാറുകയാണ്.
ദൂരെ കാണുന്നതാണ് ഋഷഭദേവൻ്റെ പ്രതിമ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജൈന തീർത്ഥങ്കര പ്രതിമയാണ്. ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് സൃഷ്ടിച്ച ഈ പ്രതിമയുടെ ഉയരം 108 അടി ആണ്. 2003 നിർമ്മാണം ആരംഭിച്ച് 2016 അതിൻ്റെ പൂർത്തീകരണം. തുങ്കിയുടെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് മാങ്കി തുങ്കിയിലേക്കുള്ള യാത്രയ്ക്ക് അനുയോജ്യമായത്. പൊതുവെ ഈ സമയം കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കും. സ്റ്റെപ്പുകൾ മുന്നിലേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. 4000-ഓളം പടവുകൾ കയറേണ്ടതുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ എങ്കിലും ഇത് കയറാൻ വേണ്ടി വരും. ഋഷഭദേവൻ്റെ പ്രതിമയാണ് അങ്ങ് ദൂരെ കാണുന്നത്. ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ. തുങ്കി മലയുടെ കാഴ്ച. ഇടയ്ക്കൊക്കെ നമുക്ക് ദാഹമകറ്റാൻ ചെറിയ ഓലപ്പന്തലിൽ നാരങ്ങ വെള്ളവും അതുപോലെ കക്കരിക്കൊക്കെ വിൽക്കുന്ന ചെറിയ സ്റ്റാളുകളുണ്ട്. ദാഹം കൂടുമ്പോൾ കിട്ടുന്ന വെള്ളത്തിന് രുചി കൂടും എന്നാണല്ലോ. നല്ല രുചികരമായ നാരങ്ങ വെള്ളം. ഇനി കയറാനുള്ളത് ഇങ്ങനെ മുന്നിൽ നീണ്ടു കിടക്കുകയാണ്. പടവുകൾ നീണ്ട് മുകളിലേക്ക് അങ്ങനെ പോവുകയാണ്. രാവിലെ മല കയറിയവർ ഇറങ്ങി വരുന്നു. ഒരു ദിവസം 100-നും 200-നും ഇടയിൽ സന്ദർശകരാണ് ഇവിടെ എത്താറുള്ളതെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു. ഞായറാഴ്ചകളിൽ അല്പം കൂടുതലുണ്ടാവാം. ജൈനമത തീർത്ഥാടകർ അവരുടെ ആരാധനയ്ക്കും ടൂറിസ്റ്റുകളായി വരുന്നവരും ട്രക്കിങ്ങിന് വരുന്നവരുമാണ് ഇവിടുത്തെ സന്ദർശകർ. കുത്തനെയുള്ള പടവുകളാണ്. ആദ്യത്തെ ആവേശമൊന്നും പകുതി കഴിയുമ്പോഴേക്കും പലർക്കും ഇല്ലാതായി കഴിഞ്ഞു. ഈ പടവുകൾ കഴിഞ്ഞ് എത്തുന്നത് നമ്മുടെ ഒരു മുകളിൽ തകര ഷീറ്റ് പതിച്ച ഒരു വഴിയുടെ ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് ഈ കാണുന്ന പടവുകൾ കയറി ഈ മേൽക്കൂരവാകിയ സ്റ്റെപ്പുകൾ കയറി പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജൈന തീർത്ഥങ്കര പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. ജൈനമത വിശ്വാസികൾ തീർത്ഥങ്കര പ്രതിമ സന്ദർശിക്കുന്നതിന് ഇതുവഴി അങ്ങോട്ടേക്ക് പോകും. ഞങ്ങൾ ഇതുവഴി പോയി പ്രതിമയുടെ കാഴ്ചകൾ കണ്ടിരുന്നു. അത് മറ്റൊരു വീഡിയോയിൽ വേറെ തന്നെ
ഉൾപ്പെടുത്തുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ മാങ്കിയുടെയും കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുങ്കിയിലേത് മറ്റൊരു വീഡിയോ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ദൈർഘ്യമുള്ള വീഡിയോ ആയിപ്പോവും. പോകുന്ന വഴിയിൽ ഗുഹാക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള പാദങ്ങൾ കുത്തിവെച്ച കാഴ്ചകൾ കാണാൻ പറ്റും. തീർത്ഥങ്കരുടെ പാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിയാണെന്ന് ജൈനമത വിശ്വാസികൾ കരുതപ്പെടുന്നു. തുങ്കിമല നമ്മളെ മാടി വിളിക്കുന്ന പോലെ തോന്നുന്നു. രാവിലെ കയറിയ സന്ദർശകർ തിരികെ പോവുകയാണ്. ഞങ്ങൾ 10 മണിയായി അവിടെ എത്തി കയറാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു 8 മണിയോടുകൂടി കയറുകയാണെങ്കിൽ വെയിലിൻ്റെ കാഠിന്യം കുറയും. കുറച്ചുകൂടി വേഗത്തിൽ തിരക്കില്ലാതെ കയറാൻ പറ്റും. ഇവിടെ നീർച്ചാലുകൾ ഒഴുകി പടവുകളിൽ വഴുക്കലുണ്ട്. വടികുത്തി കയറുന്നതാണ് സുരക്ഷിതം. താഴെ ഭാഗത്ത് 5 പടികൾ കഴിഞ്ഞാൽ കുറച്ച് നിരപ്പുണ്ടായിരുന്നു. മുകളിലെത്തുമ്പോഴേക്കും സ്റ്റെപ്പുകൾ എണ്ണം കൂടി ഇത്രയുള്ളതായി മാറി. ഇനിയും മുകളിലേക്ക് എത്താൻ കുട്ടികളും ഇത്രയും പടവുകൾ ചെറുപ്പക്കാരുമാണ് കൂടുതലുള്ളത്. കയറാനുണ്ട്. പ്രായമായവർക്ക് ഈ പടവുകൾ കയറുക അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. അത്തരക്കാർക്ക് തീർത്ഥങ്കര പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് എത്താൻ പടികയറ്റത്തിന്റെ വാഹന സൗകര്യമുണ്ട്. വേറൊരു ഭാഗത്തു കൂടി റോഡ് ഉണ്ട്. കവാടം കടന്ന് ഈ കവാടം കടന്ന് എത്തുന്ന ഇവിടെ വെച്ചാണ് നമ്മൾ മാങ്കിയിലേക്കും തുങ്കിയിലേക്കും തിരിയുന്നത്. ഈ കാണുന്നത് തുങ്കിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു നമ്മളിപ്പോൾ പോകുന്നത് സൗകര്യമുണ്ട്. മാങ്കിയിലേക്കാണ്. ഇവിടെ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ കാണുന്ന മുന്നിലേക്കുള്ള പടവുകൾ കയറി മാങ്കിയിലേക്കാണ് പോകുന്നത്. മാങ്കിയിൽ കയറി അത് കണ്ടതിന് ശേഷം തിരികെ ഇതേ വഴി ഇവിടെ എത്തി പോകുന്ന വഴിയൊക്കെ പോവുകയാണ് ചെയ്യുക. കുരങ്ങന്മാരുണ്ട്. കയ്യിലുള്ള കണ്ടില്ലേ, എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുള്ള പഴം തട്ടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. പുള്ളിക്കാരൻ അത് വേഗം എറിഞ്ഞ് വടിയും എടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ മാന്തി പരിക്ക് പറ്റുമായിരുന്നു. അപ്പോൾ വടി ഉള്ളത് കൊണ്ട് തൽക്കാലം ആ സഞ്ചി തട്ടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. ഇത് പഴം തട്ടിയെടുത്തു കഴിഞ്ഞു. ഇതാ സഞ്ചി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് മല കയറുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിൽ ആഹാര പദാർത്ഥങ്ങളൊക്കെ തട്ടിയെടുക്കും. വടി കയ്യിൽ നിർബന്ധമായിട്ടും കരുതണം, ഇല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ച് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം എത്താനായി, അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇനിയും ഉണ്ട് നൂറുകണക്കിന് പടവുകൾ. ഇതങ്ങ് ദൂരെയുള്ള മറ്റൊരു ഗിരിശൃംഗമാണ്. നാസിക് ജില്ലയിൽ ഇതുപോലുള്ള ധാരാളം ഗിരിശൃംഗങ്ങൾ കാണാൻ പറ്റും. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് രൂപപ്പെട്ടതാണ് ഇതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. പ്രധാന പാദത്തിലേക്ക് എത്തുകയാണ്. ടൈൽസ് ഒട്ടിച്ച വഴികളാണ്. പാറകളിൽ കുത്തിവെച്ച
കാൽപാദങ്ങളുടെ രൂപങ്ങളും ഇവിടുത്തെ ഈ ഗുഹയിൽ കാണാം. ഇങ്ങനെ നിരവധിയായ ഗുഹകൾ ഈ വഴിയിലെല്ലാം ഉണ്ട്. ഓരോ ദിഗംബരന്മാരുടെയും പ്രതിബിംബങ്ങളായിട്ടാണ് ഇവയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ജൈനമത വിശ്വാസികളുടെ വിശ്വാസമനുസരിച്ചുള്ള ആരാധനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ശില്പങ്ങളും പാദങ്ങളുടെ രൂപങ്ങളുമൊക്കെ കൊത്തിവെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും പ്രതീക്ഷിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാങ്കിയുടെ മുകൾ തട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ രാവിലത്തെ യാത്ര തുടങ്ങിയ ഘട്ടം മുതൽ ആരംഭിച്ച പ്രതീക്ഷിച്ച ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. വിശ്വാസികളുടെ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ള ദിഗംബര തീർത്ഥങ്കരനായ ആദിനാഥിൻ്റെ സമാധി സ്ഥലമായിട്ട് കരുതപ്പെടുന്നതാണിത്. അത് ഗ്രില്ലിനുള്ളിലായതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഏറ്റവും ദിവ്യമായ കരുതപ്പെടുന്നതാണ് ഈ ആദിനാഥ് ജൈന ദിഗംബരൻ. പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി ചെയ്തതാണ് പ്രചരിപ്പിച്ചത്. നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ താഴെ നിന്ന് മുകളിലേക്ക് വന്ന് പട്ടികളാണിത്. ഞങ്ങളുടെ പുറകെ തന്നെ 3000-ഓളം സ്റ്റെപ്പുകൾ കയറിയിട്ട് ഞങ്ങളുടെ കൂടെ എത്തിയ പട്ടികൾ. പുറകിൽ കാണുന്നത് മാങ്കി. ഞങ്ങളുടെ മാങ്കിയിലെ യാത്ര പൂർത്തിയാവുന്നു. ഇവിടെ ഒരു സഹോദരൻ നാരങ്ങ വെള്ളം വിൽപ്പന നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോ നാരങ്ങ വെള്ളം, ഇവിടുത്തെ
ലോക്കൽ നാരങ്ങളുള്ളതാണ്. മസാലകൾ, പ്രത്യേക തരത്തിലുള്ള മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു നാരങ്ങളുള്ളതാണ്. നല്ല മല കയറാനുള്ള ഊർജം കിട്ടുന്ന നാരങ്ങ. ഒരു സുഹൃത്ത് കൊല്ലത്ത് നിന്ന ഷാനവാസ് സാർ വീട്ടിൽ ഭാര്യയെ വിളിച്ച് വീഡിയോ കോളിലൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. മാങ്കിയിലെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തുങ്കിയിലേക്ക്.